PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ടിപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള 10 ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ, നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്? തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇവിടെ നത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നത്തിങ് വന്നു കഴിഞ്ഞാൽ സെൻറ്റൻസ് എന്ത് സെൻറ്റൻസാ? നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ. അപ്പം നോ ഇല്ല എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ടാഗ് ആയിരിക്കണം. അത് ആദ്യം മനസ്സിലാക്കുക. ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്. അത് ആദ്യം മനസ്സിലാക്കി വെക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് നോക്കേണ്ടത് എന്താണ്? ഓക്സിലറി വേർബ് ഉണ്ടോ? അപ്പം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിലറി ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഓക്സിലറി ഉണ്ട്. എന്താ? വാസ് ആണ് നമ്മുടെ ഓക്സിലറി വേർബ് അല്ലേ. അപ്പോൾ വാസ് നമ്മൾ എഴുതി. ഇനി സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, അപ്പോൾ അവിടെ നോട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിവിടെ വരുന്ന പ്രൊനൗൺ എന്താണെന്ന് അറിയണം. ഇവിടെ നത്തിങ് ആണ്. നത്തിങ് വന്നു കഴിഞ്ഞാൽ പ്രൊനൗൺ എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. നത്തിങ് എന്നാണ് നമ്മുടെ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ അത് ടാഗിലോട്ട് മാറുമ്പോൾ ഇറ്റ് എന്നായിരിക്കും മാറ്റേണ്ടത്. ഓക്കെ, അത് ആദ്യം പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് ഒന്നാമത്തെ ടിപ്പായിട്ട് എഴുതി വയ്ക്കുക. നത്തിങ് ആണ് സബ്ജക്റ്റായിട്ട് വന്നിരുന്നെങ്കിൽ ഇറ്റ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ പ്രൊനൗൺ. അപ്പോൾ വാസ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, വാസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കി. നത്തിങ് കണ്ടു, അപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവ് ആണ്, അപ്പോൾ ടാഗ് എന്താ? പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. ഇനി ഓക്സിലറി വേർബ് നോക്കി, വാസ് ആണ് ഉള്ളത്. പോസിറ്റീവ് ആയതുകൊണ്ട് വാസ് അങ്ങനെ തന്നെ എഴുതി. പിന്നെ പ്രൊനൗൺ എന്താണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ്ജക്റ്റ് നോക്കി. സബ്ജക്റ്റ് നത്തിങ് ആണ്. സബ്ജക്റ്റ് നത്തിങ് വന്നു കഴിഞ്ഞാൽ പ്രൊനൗൺ എന്താണ്? ഇറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നു? വാസ് ഇറ്റ് എന്നുള്ളതാണ് നമ്മുടെ ടാഗ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഷീ സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്. ഷീ സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഈ ഷീ കഴിഞ്ഞിട്ട് ഇവിടെ ഡാഷ് ആണ്. ഓക്കെ, അത് ടൈപ്പ് ചെയ്തതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്കാണ്. ഷീ ഡാഷ് സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഷീ ഡാഷ് ഇവിടെ എന്താണ് വരിക? ഇടയ്ക്ക് എന്താണ് വരിക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ്, ഇവിടെ ഇഫ് ക്ലോസ് ആണ് അല്ലേ. ഇഫ് ക്ലോസിൽ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഹാഡ് പ്ലസ് V3. അപ്പോൾ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ എന്താണ് വരേണ്ടത്? വുഡ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ രണ്ടാമത്തെ ടിപ്പായിട്ട് എഴുതി വയ്ക്കുക. ഇഫ് ക്ലോസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണ് വന്നിട്ടുള്ളതെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് ഹാവ് പ്ലസ് V3 വരണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇഫ് ക്ലോസ് ആണ്. അപ്പോൾ ഹാഡ് വർക്ക്ഡ് V3, ഹാഡ് പ്ലസ് V3 വന്നു ഇഫ് ക്ലോസിൽ. അപ്പോൾ മെയിൻ ക്ലോസിൽ എന്ത് വരണം?
വുഡ് ഹാവ് പ്ലസ് V3. അപ്പോൾ ഇവിടെ V3 ഫോം ഓൾറെഡി ഉണ്ട്, സക്സീഡഡ്. അപ്പോൾ ഇവിടെ വുഡ് ഹാവ് വന്നാൽ മതി അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ സി ആണ്, വുഡ് ഹാവ്. അപ്പം ഇപ്പം തന്നെ പഠിച്ചു വെക്കുക, ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് ഹാവ് പ്ലസ് V3 വരണം. ഓക്കെ ആണോ? അടുത്തത്, നെയ്തർ ഓഫ് ദം ഡാഷ് ദ ആൻസർ. നെയ്തർ ഓഫ് ദം ഡാഷ് ദ ആൻസർ എന്താ വരിക? ഇവിടെ ഉത്തരം വരുന്നത് നോസ് ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? നെയ്തർ ഓഫ് അല്ലേ, നെയ്തർ ഓഫ് വന്നു കഴിഞ്ഞാൽ സിംഗുലാർ വെർബായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നെയ്തർ ഓഫിന് ശേഷം സിംഗുലാർ വെർബായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അടുത്തൊരു ടിപ്പായിട്ട്, മൂന്നാമത്തെ ടിപ്പായിട്ട് എഴുതി വയ്ക്കാം. നെയ്തർ ഓഫ് വന്നു കഴിഞ്ഞാൽ സിംഗുലാർ വെർബ് വേണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോസ് എന്ന് പറയുന്നതാണ് സിംഗുലാർ. പക്ഷേ നിങ്ങൾ ആലോചിക്കും, ഇവിടെ ഈസ് ഉണ്ട് കേട്ടോ. ഈസ് നോയിങ്, വാസ് നോയിങ്, ഇതെല്ലാം സിംഗുലർ അല്ലേ? ഈസ് നോയിങ്ങും വാസ് നോയിങ്ങും ഒക്കെ സിംഗുലർ ആണ്. അപ്പം എന്തുകൊണ്ട് അത് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോയിങ് എന്ന് പറയുന്ന, നോയുടെ കൂടെ ING എന്ന് പറയുന്നൊരു ഫോം വരത്തില്ല. ഓക്കെ, ചില വേർഡ്സിൻ്റെ കൂടെ ING ഫോം സെറ്റ് ആവത്തില്ല. അപ്പം അങ്ങനെ ഒരു വേർഡാണ് നോ എന്ന് പറയുന്നത്. നോയുടെ കൂടെ ഒരിക്കലും ING ഫോം വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് രണ്ടും വരാതിരുന്നത്. പിന്നെ നോ എന്ന് പറയുന്നത് പ്ലൂറലാണ്. നോസ് സിംഗുലർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? എസ്സിൽ അവസാനിക്കുന്നത് അല്ലേ? ഈസ്, വാസ്, ഗോസ് അല്ലേ, ഡസ്, ഹാസ്, ഇതൊക്കെയാണ് എന്ത്? സിംഗുലർ. അപ്പോൾ ഇവിടെ നോസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഓർത്തിരിക്കുക, നെയ്തർ ഓഫ് വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബായിരിക്കണം ഉപയോഗിക്കേണ്ടത്. പിന്നെ നോയുടെ കൂടെ ING ഫോം സെറ്റ് ആവത്തില്ല, അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത്, ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് യു എഗെയിൻ. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് യു എഗെയിൻ. ഇവിടെ എന്താ വരിക? ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, സീയിങ് ആണ് വരിക, സീയിങ്. അപ്പോൾ അടുത്ത നാലാമത്തെ ടിപ്പായിട്ട് എഴുതി വെച്ചോളൂ. ലുക്ക് ഫോർവേഡ്. ലുക്ക് ഫോർവേഡിൻ്റെ കൂടെ, ലുക്ക് ഫോർവേഡ് ടുവിൻ്റെ കൂടെ നമ്മളെപ്പോഴും ജെറണ്ട് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബിൻ്റെ കൂടെ ING ചേർത്ത് എഴുതുന്നതാണ് ജെറണ്ട് അല്ലേ. അപ്പം ലുക്ക് ഫോർവേഡ് ടുവിന് ശേഷം ജെറണ്ട് ഫോം ആയിരിക്കണം വരേണ്ടത്, ING ഫോം ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇവിടെ ഐ ലുക്ക് ഫോർവേഡ് ടു ING ഫോം ഉള്ളത് ഏതാണ്? സീയിങ്. സീയിങ് യു എഗെയിൻ ആണ് വരിക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ലുക്ക് ഫോർവേഡ് ടുവിന് ശേഷം ജെറണ്ട് ഫോം, വെർബിൻ്റെ കൂടെ ING ചേർക്കുന്ന ഫോമാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അത് അടുത്ത ടിപ്പായിട്ട്, നാലാമത്തെ ടിപ്പായിട്ട് എഴുതി വെച്ചോളാം. അടുത്ത ടിപ്പ്, ദേ മെയ്ഡ് മീ ഡാഷ് ദ ന്യൂസ് പേപ്പർ. ദേ മെയ്ഡ് മീ ഡാഷ് ദ ന്യൂസ് പേപ്പർ. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഉത്തരം ഓപ്ഷൻ എ ആണ്, സൈൻ ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ മെയ്ക്ക് അതുപോലെ മെയ്ഡ്, മെയ്ക്കും മെയ്ഡും ഇതിൻ്റെ എല്ലാം കൂടെ നമ്മളെപ്പോഴും ബേസ് ഫോം ഓഫ് ദി വെർബാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അഞ്ചാമത്തെ ടിപ്പാണ്, എഴുതി വെച്ചോളാം. മെയ്ക്ക് അല്ലെങ്കിൽ മെയ്ഡൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എപ്പോഴും ബേസ് ഫോമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ സൈൻ, ടു സൈൻ, സൈനിങ്, സൈൻഡ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ബേസ് ഫോം ഏതാണ്? സൈൻ ആണ് വരിക. അപ്പോൾ ഇവിടെ മെയ്ഡ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പം മെയ്ഡ് അല്ലെങ്കിൽ മെയ്ക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് ഫോം ഓഫ് ദി വെർബായിരിക്കും നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ ടിപ്പ് കിട്ടിയോ? അടുത്ത ടിപ്പ്, യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. ഇവിടെ ആൻസർ കൺസൾട്ട് ആണ്, ഓപ്ഷൻ എ കൺസൾട്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ആറാമത്തെ ടിപ്പായിട്ട് എഴുതി വെച്ചോളൂ. ഈ ഹാഡ് ബെറ്റർ അതുപോലെ ഹാഡ് റാദർ, ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, വുഡ് റാദർ, ഇതിനെല്ലാം ശേഷം നമ്മളെപ്പോഴും ബെയർ ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. ബെയർ ഇൻഫിനിറ്റീവ് അഥവാ ബേസ് ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക. ഓക്കെ, ബേസ് ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഏതിലേക്ക് കൂടെയാണ്? ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, വുഡ് റാദർ, ഇതിനെല്ലാം ശേഷം നമ്മൾ ബേസ് ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ യു ഹാഡ് ബെറ്റർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ കൺസൾട്ട് എന്ന് പറയുന്നത് ബേസ് ഫോം. ബാക്കിയൊക്കെ നോക്കിക്കേ, കൺസൾട്ടഡ്, കൺസൾട്ടിങ്, ടു കൺസൾട്ട് എന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ ബേസ് ഫോം ഓഫ് ദി വെർബാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്തിനു ശേഷം? ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, വുഡ് റാദറിനൊക്കെ ശേഷം. ഓക്കെ, നമ്മൾ നേരത്തെ മെയ്ക്ക് മെയ്ഡിന് ശേഷം ബേസ് ഫോം പറഞ്ഞു. അതുപോലെ ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, വുഡ് റാദറിന് ശേഷം ബേസ് ഫോം ഓഫ് ദി വെർബായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ആറാമത്തെ ടിപ്പ് കിട്ടിയോ? അടുത്തത്, വി ഓൾ യെസ്റ്റർഡേ. വി ഡാഷ് ഉണ്ട് കേട്ടോ ഇവിടെ. വി ഡാഷ് ഓൾ യെസ്റ്റർഡേ എന്നാണ് കേട്ടോ. വി ഡാഷ് ഓൾ യെസ്റ്റർഡേ. അപ്പോൾ എന്താ വരിക? വി ഡാഷ് ഓൾ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും എന്താ? യെസ്റ്റർഡേ എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റൻസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് V2 ഫോം ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക?
വർക്ക്ഡ് ആണ് വരിക. അപ്പോൾ ബി വർക്ക്ഡ് ഓൾ യെസ്റ്റർഡേ എന്നുള്ളതാണ് വരിക. ഓക്കെ, അപ്പോൾ V2 ഫോം ആയിരിക്കണം വരേണ്ടത്. എന്തുകൊണ്ടാണ്? യെസ്റ്റർഡേ വന്നതുകൊണ്ട്. അപ്പോൾ യെസ്റ്റർഡേ മാത്രമല്ല, യെസ്റ്റർഡേ, അതുപോലെ എഗോ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, അതുപോലെ ദിസ് മോർണിംഗ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു വർഷം, ഇപ്പം ഇൻ 1947 എന്ന് പറഞ്ഞിട്ടൊരു വർഷമൊക്കെ തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം ശേഷം നമ്മളെപ്പോഴും V2, അതായത് സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സിമ്പിൾ പാസ്റ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്താ? വർക്ക്ഡ് ആണ് വരിക. അപ്പോൾ ബി വർക്ക്ഡ് ഓൾ യെസ്റ്റർഡേ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ദിസ് മോർണിംഗ്, ഇൻ ഏതെങ്കിലും ഒരു വർഷമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ യൂസ് ചെയ്യണം? അതിനുശേഷം V2 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, V1, V2, V3 എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൽ V2 ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ടിപ്പ് നമ്പർ 7 എഴുതി വെച്ചേക്കാം. അടുത്തത് 8ാമത്തെ ടിപ്പ് നോക്കുക. ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇവിടെ എന്താണ് വ്യത്യാസം? ഇവിടെ ഐ ആം വെച്ചിട്ടുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ? ആം ഐ ആണ് വരിക കേട്ടോ. ആം ഐ. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചേക്കുക. ഐ ആം 8ാമത്തെ ടിപ്പായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഐ ആം ആണ് വരുന്നതെങ്കിൽ, നമ്മുടെ സെൻറ്റൻസിൽ ഐ ആം ആണ് വരുന്നതെങ്കിൽ, പോസിറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ടാഗ് എപ്പോഴും ആറിൻറ്റ് ഐ ആയിരിക്കും. ആറിൻറ്റ് ഐ. എന്നാൽ ഐ ആം നോട്ട്, ഇപ്പോൾ നമ്മുടെ സെൻറ്റൻസിൽ എന്താ വന്നിരിക്കുന്നത്? ഐ ആം നോട്ട് ആണെങ്കിൽ നമ്മുടെ ടാഗ് എപ്പോഴും എന്തായിരിക്കും? ആം ഐ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആമിൻറ്റ് ഐ എന്ന് പറയുന്ന ഒരു പ്രയോഗം തെറ്റാണ്. ആമിൻറ്റ് ഐ എന്ന് പറയുന്നത് ഇല്ല. ഐ ആം ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ആറിൻറ്റ് ഐ ആയിരിക്കും. ഐ ആം നോട്ട് ആണെങ്കിൽ ആം ഐ ആയിരിക്കും. ഇത് 8ാമത്തെ ടിപ്പായിട്ട് എഴുതി വെച്ചേക്കാം. PSCക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ചൂസ് ദി ഇൻകറക്റ്റ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ അണ്ടർ ദ ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കിക്കേ. മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ അണ്ടർ ദ ബ്രിഡ്ജ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തെറ്റിയത് ഹാസ് ഫ്ലോൺ ആണ് കേട്ടോ. ഹാസ് ഫ്ലോൺ എന്ന് പറയുന്നതാണ് തെറ്റിയത്. എന്തുകൊണ്ടാണ്? ഇവിടെ മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ, ഈ ഫ്ലോൺ എന്ന് പറയുന്നതില്ലേ, ഇത് എന്തിൻ്റെയാണ്? അതായത് നമുക്ക് ഫ്ലൈ എന്ന് പറയുന്നതിൻ്റെ V1, V2, V3 എടുത്തു കഴിഞ്ഞാൽ ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ എന്നാണ് വരിക. അതായത് പറക്കുക എന്നുള്ള മീനിങ്ങിലാണ് ഇത് വരുന്നത്. ഇനി ഫ്ലോ, ഒഴുകുക എന്നുള്ളത് ഫ്ലോ, ഫ്ലോഡ്, ഫ്ലോഡാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും മച്ച് വാട്ടർ ആണ് അല്ലേ. വാട്ടർ ആവുമ്പോൾ ശരിക്കും ഒഴുകുക എന്നുള്ള മീനിങ് അല്ലേ വരേണ്ടത്. അപ്പോൾ ഫ്ലോഡ് എന്ന് പറയുന്ന ഇതാണ് നമുക്ക് ഇവിടെ വരേണ്ടത് അല്ലേ. മച്ച് വാട്ടർ ഹാസ് ഫ്ലോഡ് അണ്ടർ ദ ബ്രിഡ്ജ് ആണ് വരേണ്ടത്. ഫ്ലോൺ അല്ല വരേണ്ടത്. പറക്കുക എന്നുള്ള മീനിങ് ആണ് വരിക. വെള്ളം പറക്കുമോ? ഇല്ല. അപ്പോൾ മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ എന്ന് പറയാൻ പറ്റില്ല. ഫ്ലോഡ് ആണ് വരേണ്ടത്. സോ അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത് കേട്ടോ. ഹാസ് ഫ്ലോൺ. അടുത്തത്, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് അഡ്ജക്റ്റീവ്സ്. നോക്കുക, അപ്രോപ്രിയേറ്റ് അഡ്ജക്റ്റീവ്സ് വെച്ചിട്ട് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹീ ഈസ് ദ മെമ്പർ ഓഫ് ദി ക്ലബ്ബ്. അതായത് ഇവിടെ ഹീ ഈസ് ദ കഴിഞ്ഞിട്ട് ഇവിടെ ഹീ ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് ദി ക്ലബ്ബാണ് കേട്ടോ. ഹീ ഈസ് ദ കഴിഞ്ഞിട്ട് ഇവിടെ ഡാഷ് ഉണ്ട്. ഹീ ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് ദി ക്ലബ്ബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുക. ഓൾഡസ്റ്റ് ഉണ്ട്, എൽഡർ ഉണ്ട്, ഓൾഡ് ഉണ്ട്, എൽഡസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ആൻസർ എന്താണെന്നറിയോ? ഓൾഡസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? അതായത് നമുക്കറിയാം ഇവിടെ ഹീ ഈസ് ദ ആണ് അല്ലേ. അപ്പോൾ ദ കഴിഞ്ഞിട്ട് എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് വരേണ്ടത് അല്ലേ. ദ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് വരേണ്ടത്. സോ നമുക്ക് ഏതൊക്കെ എടുക്കാം? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ എൽഡസ്റ്റും ഉണ്ട്, ഓൾഡസ്റ്റും ഉണ്ട്. ഇനി ഇവിടെ ഹീ ഈസ് ദ മെമ്പർ ഓഫ് ദി ക്ലബ്ബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫാമിലിയിലുള്ളവരാണെങ്കിൽ നമ്മൾ ഓൾഡസ്റ്റും, സെയിം ഫാമിലിയിലാണെങ്കിൽ നമ്മൾ എൽഡസ്റ്റും ആണ് എടുക്കുക. ഓക്കെ, സെയിം ഫാമിലിയിലുള്ളവരാണെങ്കിൽ എൽഡസ്റ്റും, ഡിഫറെൻറ്റ് ഫാമിലിയിലുള്ളവരാണെങ്കിൽ നമ്മൾ ഓൾഡസ്റ്റും ആണ് എടുക്കുക. അപ്പോൾ ഇവിടെ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ പല പല ഫാമിലിയിൽ നിന്ന് വന്നവരല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ ഓൾഡസ്റ്റ് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ഇതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? EST ഫോം എന്ന് പറയുന്നതിന് മുൻപ് എപ്പോഴും ദ ഉണ്ടാവും. ദ ഓൾഡസ്റ്റ്, ദ എൽഡസ്റ്റ് അങ്ങനെ ഉണ്ടായിരിക്കും. ഇനി ER ആണെങ്കിലോ, അതായത് ഇപ്പോൾ ഓൾഡർ ദാൻ ഉണ്ടായിരിക്കും. ഓക്കെ, ERന് ശേഷം ദാൻ ഉണ്ടായിരിക്കും. ESTക്ക് മുൻപ് എന്നിട്ടായിരിക്കും? ദ ഉണ്ടായിരിക്കും. ഇനി സാധാരണ ഇപ്പോൾ ഓൾഡ് എന്നാണെങ്കിലോ ഇവിടെ ആസും ഇവിടെ ആസ് ഉണ്ടായിരിക്കും. ആസ് ഓൾഡ് ആസ്, സോ ഓൾഡ് ആസ് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ആസും ആയിരിക്കും അപ്പുറം ഇപ്പുറം ഉണ്ടാവുക. അതായത് നമ്മുടെ സാധാരണ ഫോമിലാണെങ്കിൽ. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണെങ്കിൽ
എന്തായിരിക്കും? ദ ആയിരിക്കും ഫ്രണ്ടിൽ ഉണ്ടാവുക. ഇവിടെ ER ഫോമിലാണെങ്കിലോ ഇത് ദാൻ, അതായത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണെങ്കിൽ ഇത് ദാൻ ആയിരിക്കും, പോസിറ്റീവ് ഡിഗ്രിയിലാണെങ്കിൽ ആസ് ആയിരിക്കും അപ്പുറം ഇപ്പുറം ഉണ്ടാവുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദ ആണെങ്കിൽ സൂപ്പർലേറ്റീവ്, ദാൻ ഉണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ്, അല്ല നമ്മുടെ ബേസ് ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ ആസ് പോസിറ്റീവ് ഡിഗ്രിയാണ്, ആസ് വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾഡസ്റ്റ് ഉപയോഗിക്കും. സെയിം ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ തമ്മിലാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ എൽഡസ്റ്റ് ഉപയോഗിക്കും. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്നും 10 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്